ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമുക്കും റാഹത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ റമളാൻ 2 കുറച്ച് വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ. കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ രാവിലത്തെ ക്ലീനിങ്ങും കാര്യമെല്ലാം കഴിഞ്ഞു കേട്ടോ. അടിക്കലും തുടക്കലും അലക്കലും പിന്നെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സൂർച്ച പുറത്ത് പോയിട്ടുണ്ടായി കേട്ടോ. വരുമ്പം ചിക്കന്, ബീഫ്, മുട്ട, പിന്നെ പഴം, ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ മുട്ടെല്ലാം ട്രൈയിൽ എടുത്ത് വെക്കുന്നുണ്ട്. ബാക്കി മുട്ട ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്ന കണ്ടെങ്കിൽ റാസി ഫ്രിഡ്ജ് തുറക്കുമ്പോൾ കണ്ടെങ്കിൽ വിളിച്ചെറിയും കേട്ടോ. അന്നേരം ഒരു ട്രൈ മുട്ട എറിഞ്ഞ് പൊട്ടിച്ചിന്. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കല്ല കേട്ടോ. ഇപ്പോൾ ബാക്കി ഉണ്ടതുകൊണ്ട് ഇങ്ങനെ വെച്ചു. പിന്നെ ഇതാ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അതെല്ലാം ഇതാ മുറിച്ചിട്ട് അതുകൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ ബീഫെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പകുതി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതാ പകുതി പിന്നെ കട്ലറ്റിനും കറിക്കുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഫ്രിഡ്ജിൽ വെച്ച്. ഇപ്പോൾ ചിക്കൻ കൊണ്ടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കട്ലറ്റ് ബീഫ് കൊണ്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനത്തെ ബീഫെല്ലാം കഴുകിയെടുക്കലാന്ന്. പിന്നെ ഇതാ പഴം പൂങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പഴം കൊണ്ട് പിന്നെ ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. 2 കിലോ പഴം ഒന്നിച്ചാക്കിയിട്ട് ആക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഇത് ബീഫിനുള്ള ഉള്ളി, തക്കാളി, പച്ചമുളകെല്ലാം മുറിച്ചെടുക്കലാന്ന് കേട്ടോ. പിന്നെ ഇതാ ഫ്രൈ ഫാൻ ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ചൂടാൻ വേണ്ടിയിട്ട്. പിന്നെ ബീഫിനുള്ള മുളക്, മല്ലിപ്പൊടിയെല്ലാം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ മുളക് പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടിയെല്ലാം. അങ്ങനെ പിന്നെ ഇനി ബീഫ് കറിയെല്ലാം റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഫ്രൈ ചെയ്യാനുള്ളത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ജ്യൂസെല്ലാം ഉണ്ടാക്കിയെടുക്കണം. പിന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവെക്കണം. അത്ര പണിയുണ്ടാവും കേട്ടോ. 10 തിന്ന നേരത്താണ് ചുടൽ. നേരത്തെ ചുട്ടുവെച്ചാൽ ചൂടാറും. പിന്നെ അത് വേണ്ടത്ര ഇങ്ങനെ ചുട്ടാൽ മതിയല്ലോ. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇതാ ബീഫ് കറിയെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ജീരകപ്പൊടി, കുറച്ച് വിനീഗർ, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില എല്ലാം ചേർത്ത് നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കർ അടിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അപ്പത്തിൻ്റെ ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചാലും പിന്നെ കറി ഉണ്ടാക്കി വെച്ചാലും പിന്നെ വൈകുന്നേരം വന്നിട്ട് അങ്ങനെ എന്ത് പണി ഉണ്ടായി കേട്ടോ. പിന്നെ നിസ്കരിച്ച് കുളിച്ച് ഓതിക്കിന് കുറച്ച് കടന്നിട്ട് 4 മണിയാകുമ്പോൾ കിച്ചണിൽ വരാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഇന്ന് പത്തലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ ബീഫ് കറിയെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ബീഫ് കറിയെല്ലാം റെഡിയാക്കിയിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രം ഉണ്ട് കേട്ടോ, അതെല്ലാം കഴുകിയെടുക്കലാന്ന്. അങ്ങനെ ചരച്ച തേങ്ങല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തേങ്ങല തുടച്ച് ചരച്ചെടുക്കും. ഉന്നക്കായ്ക്ക് തേങ്ങൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. മുട്ടയും തേങ്ങ ഇട്ടിട്ടാണ് കേട്ടോ ഉന്നക്കായ്ക്ക് ചേരുന്നത്. അങ്ങനെ ഇതാ കുക്കർ അപ്പുറത്തടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇപ്പുറത്തടുപ്പിൽ ഉന്നക്കായ്ക്കുള്ള പിന്നെ ഫില്ലിംഗ് എല്ലാം റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. ഞാൻ തേങ്ങ, മുട്ട അങ്ങനത്തെ ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ ഉന്നക്കായ്ക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കലും. ഈ നെയ്യ് ഞാൻ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. അങ്ങനെ മുട്ട എല്ലാം ഉടച്ചെടുത്തു. ഫ്രൈ പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ചൂടാക്കി വറുത്തെടുക്കലാന്ന്. പിന്നെ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കലാന്ന് കേട്ടോ. തേങ്ങ, പിന്നെ ഏലക്കായി, പിന്നെ പഞ്ചസാര അങ്ങനെ ചേർത്ത് നല്ലപോലെ പിന്നെ റോസ്റ്റ് ചെയ്തെടുക്കലാന്ന്. എന്താ മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിലേക്ക് തേങ്ങയും ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം അത്ര തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങ നല്ലപോലെ റോസ്റ്റ് ആയതിനു ശേഷം മുട്ട ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ചേർത്തതിന് ശേഷം മുട്ട ചേർത്ത് കൊടുക്കാം.
അങ്ങനെ ഇതാ മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് അതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അമ്മിക്കല്ല് കൊണ്ട് പഴം ഇങ്ങനെ ഉടച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഓഫാക്കി എടുത്തു. അങ്ങനെ ഇതാ പഴം ഉടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഉന്നക്കായൽ റെഡിയാക്കി എടുക്കാം. കയ്യിൽ കുറച്ച് വെള്ളമാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓരോരോ ഉരുള പഴം എടുക്കുക കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ പരത്തിയെടുക്കാം. അതിന് ശേഷം ഫില്ലിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആക്കി എടുക്കാം. അങ്ങനെ എല്ലാം ഇതുപോലെ ആക്കി എടുക്കുക കേട്ടോ. മൊത്തത്തിൽ എനിക്ക് ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. ഇന്നല്ല 2-3 ദിവസമായിട്ടുണ്ട്. എൻ്റെ ഒരു വീഡിയോക്ക് 2K കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വീഡിയോക്ക് 1K കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിചാരിക്കും വലിയ സന്തോഷിക്കാനുള്ള. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്കൊരു 100 വ്യൂസ് ആവോ 150 ആവോ 200 ആവോ എന്നുള്ള വിചാരിച്ചതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ക്ലീനിങ് വീഡിയോ ഇട്ടിട്ടാകുമ്പം 500 1000 പിന്നെ 1K കണ്ടപ്പോൾ ഒരു സന്തോഷമായി. പിന്നെ 2K ആയി. ഇപ്പോൾ 2K കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വീഡിയോയിൽ 1K കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. 1K ആയി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ 2K കഴിഞ്ഞ് പിന്നെ ഇപ്പം രണ്ടാമത്തെ ഒരു വീഡിയോക്ക് 1K കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് എനിക്ക് സന്തോഷമാണ് കേട്ടോ. പിന്നെ 1000 സബ്സ്ക്രൈബ് ആവുമെന്ന് വിചാരിച്ചുകൊണ്ടേ നിന്നിട്ട് 1000 സബ്സ്ക്രൈബ് എല്ലാം കഴിഞ്ഞു. ഇപ്പം ഒരു വീഡിയോക്കെങ്കിലും പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഷോർട്ട് വീഡിയോക്ക് 10K 2K 5K അങ്ങനെ കുറേ ആയിട്ടുണ്ട്. പക്ഷേ ലെങ്ത്ത് വീഡിയോക്ക് ഇങ്ങനെ ആവുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടാ ഇങ്ങനെ വീഡിയോ ഇടുന്നത് ഇങ്ങനെ അപ്ലോഡ് ആക്കുന്നത്. ഇങ്ങനെ അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അത്രയും സന്തോഷമാണ്. അങ്ങനെ ഉന്നക്കായൽ റെഡിയാക്കി എടുത്തു കേട്ടോ. അതിന് ശേഷം ഇതാ പിന്നെ കട്ലറ്റിൽ റെഡിയാക്കി എടുക്കലാന്ന്. കട്ലറ്റിൽ അതിൻ്റെ ആവശ്യത്തിന് മാത്രമേ ആക്കിയിട്ടു. എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ടേ ആക്കിയിട്ടു. കൂടുതലാക്കുമ്പോൾ കഴിക്കാനും വാങ്ങില്ല, അങ്ങനെ ബാക്കിയാവും. അങ്ങനെ ഓരോന്നാക്കുമ്പോൾ നല്ല ടേസ്റ്റ്, തിന്നാനും ടേസ്റ്റ് ഉണ്ട്. നല്ല പിന്നെ അങ്ങനെ കുറേ വേസ്റ്റ് ആവാനൊന്നുമില്ലല്ലോ. കുറേ ഐറ്റംസ് ഉണ്ടാകുമ്പോൾ അങ്ങനെ ഓരോന്നേ ഉണ്ടാക്കലുണ്ട് കേട്ടോ. പിന്നെ ഓരോ ഐറ്റംസ് 2 ഐറ്റംസ് അങ്ങ് പിന്നെ കുറച്ച് കൂടുതൽ തന്നെ ആക്കും. അങ്ങനെയാണ്. പിന്നെ നോമ്പ് നോക്കിയിട്ട് കട്ലറ്റിൽ ഒന്നേലും കഴിക്കാൻ കഴിയും. പിന്നെ അതുകൊണ്ട് എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിനും. അങ്ങനത്തെ ചെമ്മീനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനും. ഇനിയിപ്പോൾ ഇത് കുനാഫൻ്റെ ഡോ കൊണ്ട് ഇതെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ്. ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. എന്നിട്ട് പിന്നെ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഒരു 4 മണി 4:15 വരണമെന്നില്ല, 4:45 കിച്ചണിൽ വന്നിട്ട് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ പിന്നെ ടൂപ്പിക്കിലേക്ക് ഇങ്ങനെ ചെമ്മീൻ കുത്തി കൊടുത്തോട്ടെ. അതിന് ശേഷം ഇതാ കുനാഫാൻ്റെ ഡോൽ ഇങ്ങനെ കവർ ചെയ്തെടുക്കലാണ്. അങ്ങനെ ഇതാ ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സ്നാക്കിൻ്റെ ഐറ്റംസെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചു കേട്ടോ. പിന്നെ ഇതാ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ കുറച്ച് വെക്കുന്നു കേട്ടോ. അങ്ങനെ മുറിച്ച് വെച്ചാൽ അങ്ങനെ ബാക്കിയാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ഫ്രിഡ്ജിൽ ഒരു പ്ലേറ്റ് കൂടി അങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ ആവശ്യത്തിന് കുറച്ചേ മുറിക്കുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുറിച്ചിട്ട് കഴിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ആക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഷേക്കായിട്ട് ഉണ്ടാക്കുന്ന മാംഗോ ഷേക്കാണ് കേട്ടോ. അത് മൻസൂർ ചാൻ്റെ ജോലിയാണ്. അത് മൻസൂർ ചാ പിന്നെ ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുന്നേ വന്നിട്ട് ഷേക്കെല്ലാം റെഡിയാക്കി എടുക്കും. ഇപ്പോൾ ഇതാ 4:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ കിച്ചണിൽ വന്നിട്ട് ഇതാ ബീഫ് കറിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ബീഫ് കറിയെല്ലാം വേവിച്ചിട്ടെല്ലാം വെച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇങ്ങനെ കുറച്ച് റെഡിയാക്കാനുണ്ടായി കേട്ടോ. അങ്ങനെ റെഡിയാക്കി പിന്നെ ഇതാ ഉന്നക്കായെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പുറം മാങ്ങൻ്റെ ഷേക്കിനുള്ളതെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറക്കണ്ട കേട്ടോ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അങ്ങനെ ഇതാ ഉന്നക്കായൽ ഓരോന്നേ ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ ചട്ടിയിലാണ് കേട്ടോ പിന്നെ എണ്ണയിൽ തപ്പലോ ഫ്രൈ ചെയ്തെടുക്കൽ. അപ്പോൾ ഇങ്ങനെ കുറച്ച് എണ്ണ ആവശ്യമുള്ളൂ. കൂടുതൽ എണ്ണ ആയിട്ട് പിന്നെ വേസ്റ്റായിട്ട് കളയണ്ടൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഇതാ ഉന്നക്കായൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ എണ്ണയിൽ തന്നെ ഇപ്പോൾ ഇതാ പിന്നെ ചെമ്മീനും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ കട്ലറ്റും ഫ്രൈ ചെയ്തെടുക്കലാണ്. അങ്ങനെ ഇതാ സ്നാക്കിൽ ഫ്രൈ ചെയ്തെടുത്തു. ഇനി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കലാണ്. അങ്ങനെ സ്നാക്കെല്ലാം ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ഇനി മൻസൂർ ചാൻ്റെ ഷേക്ക് ആക്കാനുണ്ട്. പിന്നെ എന്നാൽ എല്ലാം ഒന്ന് ടേബിളിൽ കൊണ്ട് അറേഞ്ച് ചെയ്ത് വെക്കാനെല്ലാം ഉണ്ട് കേട്ടോ. ബാക്കിയെല്ലാം റെഡിയാക്കി എടുത്തു. പിന്നെ ഇങ്ങനെ എല്ലാം ഓരോരോ പ്ലേറ്റിലിട്ടിട്ട് പിള്ളേർക്കെല്ലാം കൊടുക്കും കേട്ടോ. അപ്പോൾ പിള്ളേർ കഴിക്കാൻ ഇഷ്ടം കാണുമ്പോൾ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് കിട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോമ്പെടുക്കുമ്പോൾ വലിക്കാനൊന്നും ഇല്ലാതെ അങ്ങനെ എല്ലാം ഓരോ ചെറിയ പ്ലേറ്റിലാക്കിയിട്ട് എല്ലാം കൊടുക്കലാന്ന് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ മൻസൂർ ചായ ഷേക്ക് ആക്കിക്കൊണ്ടേ ഉണ്ട്. മാംഗോ ഷേക്കാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഓരോ ദിവസം ഓരോ ഷേക്കാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇന്നലെ ചിക്കു ഉണ്ടാക്കി, ഇന്ന് മാംഗോ. അങ്ങനെ ഇതാ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം മുറിച്ച് വെച്ചു. അങ്ങനെ ഇതാ ഷേക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം ടേബിളിൽ കൊണ്ട് വെക്കലാണ് കേട്ടോ. ബാങ്ക് കൊടുക്കാറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും. അങ്ങനെ ഇതാ ബാങ്കലിൽ കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നോമ്പ് തുറന്നു.